എറണാകുളം കടവന്ത്ര പോലീസ് എടുത്തിരിക്കുന്ന പരാതിയിൽ കൊല്ലം സ്വദേശിയായ ഭിന്നശേഷിക്കാരനായ അമൽദേവാണ് പരാതിക്കാരൻ. ഇയാൾക്ക് സംസാരിക്കാനും കേൾക്കാനുമുള്ള കഴിവില്ല. ഇയാൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കൊച്ചിയിലെ കലൂരാണ് താമസം. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവതിയുമായി ഇയാൾ അടുപ്പത്തിലാകുന്നു. ഇവർ തമ്മിൽ പലതരത്തിലുള്ള ചാറ്റുകളും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കുന്നു. പിന്നീടാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. സഫ്ന എന്ന പെൺകുട്ടിയോടായിരുന്നു അമൽദേവിൻ്റെ വഴിവിട്ട ചാറ്റുകൾ. ഈ ചാറ്റുകൾ സഫ്നയുടെ മറ്റൊരു ആൺസുഹൃത്ത് കാണാനിടയാകുകയാണ്. ഇത് കണ്ട് ഇരുവരും തമ്മിൽ കലഹമാകുന്നു. അതിനുശേഷമാണ് ഈ ആൺസുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം അമൽദേവിനെ ഒരു ഹണി ട്രാപ്പിലൂടെ കൊച്ചിയിലെ ഒരു ഹോട്ടലിലേക്ക് ഇവർ വിളിച്ചു വരുത്തുന്നത്. പനമ്പള്ളി നഗറിലെ ക്രൗൺ സ്യൂട്ട് എന്ന ലോഡ്ജിലെ D2 നമ്പർ മുറിയിലേക്കാണ് സഫ്ന അമൽദേവിനെ വിളിച്ചു വരുത്തിയത്. അവിടെ എത്തുമ്പോൾ സഫ്നയ്ക്കൊപ്പം മറ്റ് 4 പേരെ കൂടി അമൽദേവ് കാണുകയാണ്. അങ്ങനെ ഇതൊരു ട്രാപ്പാണെന്ന് മനസ്സിലായ അമൽ തിരികെ പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ പോകാൻ അവർ സമ്മതിച്ചില്ല. അവർ അവിടെ മനഃപൂർവ്വം ബലം പിടിച്ച് ഇരുത്തുകയും തുടർന്ന് അതിക്രമിക്കുകയുമായിരുന്നു. സഫ്നയുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ വരെ അവർ നിർബന്ധിച്ചു. അതിനൊന്നും വഴങ്ങാതിരുന്ന അമലിനെ അവർ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഈ മർദ്ദനങ്ങളെല്ലാം ഏറ്റ ശേഷം അമൽ സ്വന്തം താമസിക്കുന്ന ഇടത്തേക്ക് പോയി. അവിടെ എത്തിയ കൂട്ടുകാരാണ് പിന്നീട് അമലിനെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. നട്ടലിനുൾപ്പെടെ കാര്യമായ രീതിയിൽ പരിക്കുകളുണ്ട്. എന്നാൽ സുഹൃത്തുക്കളുടെ നിർബന്ധപ്രകാരം അമൽദേവ് കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പോലീസ് ഭിന്നശേഷിക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഇനി ഒരാളുകൂടെ അറസ്റ്റാണ്. 5 പ്രതികളാണ്. ഇവർക്ക് വേറെ ആൻറ്റിസിഡൻസ് ഉള്ളവരാണ്. ഇതിൽ ഈ ലേഡിയായിട്ടുള്ള ആൾക്ക് പ്രീവിയസ്ലി ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള 3 പേർക്ക് ആൻറ്റിസിഡൻസ് ഉണ്ട്. വിജേഷ് മുതാശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.